ഈ വീഡിയോയിൽ നമ്മൾ ഗാർനർ വെർസസ് മുറേ റൂൾ വെച്ചുള്ള മറ്റൊരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഇതിൽ ഫിക്സ് ക്യാപിറ്റൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ലാസ്റ്റ് എഗ്രീഡ് റേഷ്യോ, നേരെ മറിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയാണ് ലാസ്റ്റ് എഗ്രീഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതും കൂടെയുള്ള കുറച്ച് ലെങ്തി വീഡിയോ ആണ്. രണ്ട് രീതിയിലും പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പി ക്യു ആൻഡ് ആർ ഐ ഈക്വൽ പാർട്ട്നേഴ്സ് എസ് ഓൺ 31 മാർച്ച് 2024. ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് ഉണ്ട്, പിന്നീട് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് പി എം ക്യൂവും. ആറിൻ്റെതില്ല, ആറിന്റെ മിക്കവാറും ഡെബിറ്റ് ബാലൻസ് ആയിട്ട് അസറ്റ് സൈഡിലായിരിക്കും. അസറ്റ് സൈഡിൽ നോക്കാം, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, റിയലൈസേഷൻ ലോസ് ഉണ്ട്. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, അപ്പൊ അത് നമ്മൾ ഇനിയും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ലോസ് ഉണ്ട്. ഇപ്പൊ ലോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് അറിയാമല്ലോ, കാരണം റെസിസ് മുറിയ റൂൾ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ലോസ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി ആണ് ഷെയർ ചെയ്യേണ്ടത്. കാരണം ഈക്വൽ പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. ഈക്വലി ഷെയർ ചെയ്തിട്ട് സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്ണർ അവരവരുടെ ഷെയർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ വേണം. ഓക്കെ. പിന്നീട് ആർസ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ആറിന് ഓവർ ഡ്രോൺ ആയതുകൊണ്ട് അസറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ കിടക്കുന്നത്. ഓക്കെ. പിന്നീട് എന്ത് പറയുന്നത്, ആർ ബിക്കേം ബാങ്ക്രപ്റ്റ്. അപ്പൊ ഇതിൽ ഒരാള് ബാങ്ക്രപ്റ്റ് ആയി. ഒരാൾ ബാങ്ക്രപ്റ്റ് ആയാലും പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യണം. സോ a first and final dividend of 50 paise in a rupee was received from his estate. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഈ ആറെന്ന് പറയുന്ന പാർട്ണർ ബാങ്ക്രപ്റ്റ് ആയി. അപ്പൊ ആറിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസിയിൽ 50 പൈസ വെച്ച്, അതായത് 1 രൂപയുടെ സ്ഥാനത്ത് 1 റുപ്പിയുടെ സ്ഥാനത്ത് അയാൾക്ക് എന്ത് കൊണ്ടുവരാന്ന്, 50 പൈസ കൊണ്ടുവരും. 50 പൈസ മീൻസ് 0.50. 50 പൈസ അയാൾ കൊണ്ടുവരും. ബാക്കി ഡെഫിഷ്യൻസി അയാളെ കൊണ്ട് ബെയർ ചെയ്യാൻ പറ്റില്ല. അതാര് ചെയ്തോണം? സോൾവെന്റ് ആയിട്ടുള്ള മറ്റ് പാർട്ട്നേഴ്സ്. നേരെ മറിച്ച് ഈ ഒരു സെന്റൻസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇയാളെ കൊണ്ട് 1 രൂപ പോലും ഡെഫിഷ്യൻസി ക്ലിയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നു അയാളുടെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് 1 രൂപയുടെ സ്ഥാനത്ത് 50 പൈസ കൊണ്ടുവരാൻ. അപ്പൊ അതായത് ഇയാൾക്ക് 10 രൂപയാണ് അയാളുടെ ലയബിലിറ്റി എങ്കിൽ അയാൾക്ക് എത്ര രൂപ കൊണ്ടുവരാൻ പറ്റും? 5 രൂപ ആയി കൊണ്ടുവരാൻ പറ്റും. ബാക്കി 5 രൂപ സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോയിൽ കൊണ്ടുവരണം, ഷെയർ ചെയ്യണം. അതാണ് റൂള്. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നെ ക്വസ്റ്റ്യനിലില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ക്ലോസ് ദി ബുക്സ് ഓഫ് ഫേം അസ്യൂമിങ് ദാറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആർ ഫിക്സ്ഡ് ആണെങ്കിൽ, ഫിക്സ്ഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റേഷ്യോ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ സോൾവെന്റ് ആയിട്ടുള്ള ആരാണ്? പി ഇൻ ക്യൂ അല്ലേ. അപ്പൊ അവിടെ ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെ വരും? 70,000 is to 30,000. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7:3. വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യണ്ട. ഏത് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ, ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് ഈ പ്രോബ്ലം തന്നെ ഏത് മെത്തേഡിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യനിലും ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു, പക്ഷേ അവിടെ മറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വന്നില്ല. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇവരുടെ ലാസ്റ്റ് എഗ്രീഡ് റേഷ്യോ ആസ് പെർ ബാലൻസ് ഷീറ്റ് 70,000 and 30,000. 1730 ആണ്. പക്ഷേ ഇവർക്ക് ഒരു ജനറൽ റിസർവ് ഉണ്ട്. കണ്ടോ, ജനറൽ റിസർവ് അമൗണ്ടിങ് ടു 30,000. അപ്പൊ ഇതും ഇവര് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജനറൽ റിസർവ് എങ്ങനെയാ ഷെയർ ചെയ്യേണ്ടത്? ഈക്വലി ആണ് ഇവര് ഷെയർ ചെയ്യേണ്ടത്. ഈക്വലി ഷെയർ ചെയ്യുമ്പോൾ 70,000 കൂടെ ജനറൽ റിസർവ് അമൗണ്ടിങ് ടു 30,000 അല്ലേ. അപ്പം 10,000 വെച്ച് പിക്കും 10,000, പി ക്യൂനും 10,000, ആർ ഇൻസോൾവെന്റ് അല്ലേ. എനിവേ ഹി ഈസ് ഓൾസോ ഹാവിംഗ് 10,000. അപ്പൊ ഇവിടെ റേഷ്യോ മാറി. എന്ത് വന്ന്? ടിയുടെയും ക്യൂടെയും നമുക്ക് അറിഞ്ഞാൽ മതി, അതല്ലേ ലാസ്റ്റ് എഗ്രീഡ് റേഷ്യോ. അവരുടെ രണ്ടുപേരുടെ അല്ലേ എടുക്കുന്നത്. 70 + 10 80,000, 30 + 10 40,000. സോ ദ റേഷ്യോ വിൽ ബി 8:4. സിംപ്ലിഫൈ ഒന്നുകൂടെ സിംപ്ലിഫൈ ആണെന്നുണ്ടെങ്കിൽ 2:1 റേഷ്യോയിലാണ്. ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1. ഫിക്സ്ഡ് ആണെങ്കിൽ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:3. അതിന്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. പിന്നീട് ഫ്ലക്ച്വേറ്റിംഗിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്ന് ജനറൽ റിസർവ് ഉണ്ടായിരുന്നു. അപ്പൊ ജനറൽ റിസർവ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ ക്യാപിറ്റൽ വീണ്ടും കൂടും. 70യുടെ സ്ഥാനത്ത് 10 കൂടെ ആഡ് ചെയ്ത് 80 ആയി. മറ്റേ ആൾക്ക് 30 + 10 ആയി. ജനറൽ റിസർവിന്റെ പോർഷനും കൂടെ കയറി വന്ന് 40,000. അതാണ് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ. ഇത് ഫ്ലക്ച്വേറ്റിംഗിലാണെന്നുണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ. നമുക്ക് ആദ്യം വെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആർ ഫിക്സ്ഡ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ, ഈ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഓപ്പൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആരൊക്കെയാണ് പാർട്ട്ണർ? പി ക്യു ആർ, ഇവരാണ് പാർട്ട്നേഴ്സ്. അവർക്ക് ആദ്യം ബാലൻസ് ബ്രോട്ട് ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടുപേർക്ക്, അതായത് പിക്കും ക്യൂനും ക്രെഡിറ്റ് ബാലൻസ് ആണ്, ആറിന് ഡെബിറ്റ് ബാലൻസ്. അങ്ങനെയാണ് പോകുന്നത്. പിക്കും ക്യൂനും
P and Q have credit balance and R is having debit balance. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബാലൻസ് ബി ഡി പിയുടെ 70, ക്യൂവിന്റെ 30, ആറിന് ഡെബിറ്റ് സൈഡിൽ 14,000. ഓക്കെ, 14,000, മറ്റവർക്ക് 17,30. ഇനി അടുത്ത എന്താണ്? റിയലൈസേഷൻ ലോസിനെ ഷെയർ ചെയ്യുക. 96,000നെ ഷെയർ ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് 3 പേർക്കും ഈക്വൽ ആയിട്ടാണ് ആദ്യം ഷെയർ ചെയ്യേണ്ടത്. ലോസ് ഈക്വലി എല്ലാവരും ഷെയർ ചെയ്യണം. സോൾവെന്റ് ആൻഡ് ഇൻസോൾവെന്റ് പാർട്ട്ണർ ഈക്വലി അല്ലേ, കാരണം പാർട്ട്നേഴ്സ് റേഷ്യോ ഈക്വൽ, അങ്ങനെയാണ് പറയുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ടു റിയലൈസേഷൻ ലോസ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈക്വലി 96,000 ഡിവൈഡഡ് ബൈ 3, 32, 32, 32. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി റിയലൈസേഷൻ ലോസ് ഷെയർ ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഗാർണർ വേഴ്സസ് മൊറേ റൂൾ അനുസരിച്ച് റിയലൈസേഷൻ ലോസ് സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് അവരുടെ പോർഷൻ ബിസിനസ്സിലോട്ട് കൊണ്ടുവരണം എന്നാണ്. പാർട്ണർഷിപ്പ് ഫോമിലോട്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അപ്പൊ ആരൊക്കെ കൊണ്ടുവരണം? പിയും ക്യൂവും അല്ലെ സോൾവെന്റ് ആയിട്ടുള്ളവർ. ഇവർ രണ്ടുപേരും 32, 32 ഈച്ച് കൊണ്ടുവരണം. അപ്പൊ ബൈ ബാങ്ക്. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഞാൻ ഇവിടെ തേർഡ് സ്റ്റെപ്പ് അതായിട്ടാണ് എഴുതുന്നത്. 32,000 ആര്? പിയും കൊണ്ടുവന്ന് ക്യൂവും കൊണ്ടുവന്ന്. ആറ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഹി ഈസ് ഇൻസോൾവെന്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സാധാരണ മെറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ള? ബാലൻസ് ചെയ്യാറുള്ള. എന്നാലും ഒന്നുകൂടെ നോക്കാം. ഇവിടെ എന്തുണ്ട്? ബാലൻസ് ഷീറ്റിൽ ഒരു ഐറ്റവും കൂടെ കിടപ്പുണ്ട്, ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് ഇവര് മാറ്റി വെച്ചിരുന്ന ഒരു എമൗണ്ട് ആണ്. അതിപ്പോ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ക്യാപിറ്റൽ ആയിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ജനറൽ റിസർവിനെ എൻട്രി ചെയ്യുക. ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, ബൈ ജനറൽ റിസർവ് ഈക്വലി 3 പേർക്കും കൊടുക്കണം. അത് ബാലൻസ് ഷീറ്റിൽ നിന്ന് ഷെയർ ചെയ്യുന്ന എമൗണ്ട് ആണ്. ജനറൽ റിസർവ് 10,000 ഈക്വലി ആണ്. 30,000 3 പേർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഫോർത്ത് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇൻസോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്ണർ അയാളുടെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, അയാൾ എന്ത് കൊണ്ടുവരും? 50 പൈസ വെച്ച് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതായത് അയാൾക്ക് എത്ര ഡെഫിഷ്യൻസി ഉണ്ടോ ആ ഡെഫിഷ്യൻസിയുടെ പകുതി 50 പൈസ. അതായത് 1 രൂപ ഡെഫിഷ്യൻസി ആണെങ്കിൽ അയാൾ എത്ര കൊണ്ടുവരും? 50 പൈസ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പം 10,000 രൂപ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയാൾ 5,000 രൂപ കൊണ്ടുവരും. 50,000 രൂപ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയാൾ 25,000 രൂപ കൊണ്ടുവരും. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അയാളുടെ ഡെഫിഷ്യൻസി എത്രയാണ്. അപ്പൊ ആദ്യം ആരുടെ കോളം ടാലി ചെയ്ത് നോക്കുക? ഇൻസോൾവെന്റ് പാർട്ട്ണറായ ആറിന്റെ കോളം നമുക്ക് ടാലി ചെയ്ത് നോക്കാം. ആറിൻ്റെത് ടാലി ചെയ്യുമ്പം ഡെബിറ്റ് സൈഡിൽ എത്ര വരും? 14 + 32, ദാറ്റ് ഇസ് 46,000 വരും. ക്രെഡിറ്റ് സൈഡിൽ ആകെപ്പാട് ഈ 10,000 മാത്രമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 46,000. ആറിന്റെ ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യുകയാണെങ്കിൽ 46,000 ആണ്. ഏത് സൈഡിലെ ടോട്ടൽ? ഡെബിറ്റ് സൈഡിലെ ടോട്ടല് 46,000. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലോ 10,000 മാത്രം. ഓക്കെ, അങ്ങനെ ഡെഫിഷ്യൻസി എത്ര വന്ന്? ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ്. ഡെഫിഷ്യൻസി ഓഫ് ആർ ഇസ് 36,000. 36,000 രൂപയാണ് ഡെഫിഷ്യൻസി. 36,000 ഇസ് ഡെഫിഷ്യൻസി. അതാണ് ഇവിടെ വരേണ്ടത്. ഈ ഡെഫിഷ്യൻസിയിൽ അയാൾ എത്ര കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്? 1 രൂപ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ 50 പൈസ. 36,000 രൂപ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന്റെ പകുതി അയാൾ കൊണ്ടുവരും. സോ ഹി ക്യാൻ ബ്രിങ് 36,000 പാതി എന്ന് പറയുന്നത് എത്രയാണ്? 18,000 റുപ്പീസ് അയാൾ കൊണ്ടുവരും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 36,000 ഇൻറ്റു 0.50, 50 പൈസ വെച്ചാകുമ്പോൾ 0.50, അങ്ങനെ ചെയ്ത് നോക്കിയാലും അതിന്റെ പാതി 18,000 രൂപ വരും. അതാണ് അയാൾ കൊണ്ടുവരുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ്. 36,000 എത്ര രൂപ കൊണ്ടുവരുന്നുള്ളൂ? 18,000 രൂപ അയാൾ കൊണ്ടുവന്നു. ഫിഫ്ത്ത് സ്റ്റെപ്പാണ്. ഇനി അതുപോലെ ഇനിയും ബാക്കിയും കൂടില്ല. 36,000 18,000 പോയി വീണ്ടും 18,000 രൂപയും കൂടെ കൊണ്ടുവരാനുണ്ട് ഡെഫിഷ്യൻസി. അതാര് കൊണ്ടുവരണം? അത് സോൾവെന്റ് പാർട്ട്നേഴ്സ് അവരുടെ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോയിൽ കൊണ്ടുവരണം. ഫിക്സ്ഡിലാണെങ്കിൽ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ ഏതാണ്? ഇവരുടെ ക്യാപിറ്റൽ തന്നെ. അതായത് 70,000 to 30,000, ദാറ്റ് ഇസ് 7:3 റേഷ്യോയിൽ അവർ കൊണ്ടുവരണം. എൻട്രി എങ്ങനെ വരും? 7:3 റേഷ്യോയിൽ കൊണ്ടുവരാൻ നേരം വരുന്ന എൻട്രി എന്ന് പറയുന്നത് ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? പിയും ക്യൂ അല്ലേ കൊണ്ടുവരുന്നത്. ആർക്ക് വേണ്ടിയാണ്? ആറിന് വേണ്ടിയാണ്. സോ എൻട്രി വിൽ ബി, എൻട്രി താണ്ട് എങ്ങനെ വരും? എൻട്രി വിൽ ബി പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. റേഷ്യോ ഇതാണ്, പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. ഇവിടെ ഞാൻ തന്നെ എഴുതിയേക്കാം. പീസ് ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ആരെന്നാണ്? ടു ആർ. ആറാണ് ഇൻസോൾവെന്റ് പാർട്ട്ണർ, ആർസ് ക്യാപിറ്റൽ. ഇവിടെ വരുന്ന 18,000 ഇൻറ്റു 7/, ഇവിടെ വരും 18,000. ക്യൂ കൊണ്ടുവരേണ്ട 18,000 ഇൻറ്റു 18,000 ഇൻറ്റു 3/10 ആണ് ആര് കൊണ്ടുവരേണ്ടത്? ക്യൂ കൊണ്ടുവരേണ്ടത്.
ആർസ് ക്യാപിറ്റൽ ആറിന് ടോട്ടൽ എത്ര വരും? 18,000. ക്യൂ കൊണ്ടുവരേണ്ട പോർഷൻ എന്ന് പറയുന്നത് ക്യൂ കൊണ്ടുവരേണ്ടത് 5,400. 5,400. അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ നീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്, പിന്നീട് ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 18,000 3/10 ടു ആർസ് ക്യാപിറ്റൽ 18,000. ഇതിനെ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ രീതിയിലാണ്. പിയും ക്യൂ, പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇതാണ് ആറാമത്തെ പോസ്റ്റിംഗ്. പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് 12,600, ക്യൂ 5,400. ഇതിന്റെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് എങ്ങനെ വരും? 2R എന്ന് പറഞ്ഞ് ഇപ്പുറം വരും. 2R, ദാറ്റ് ഇസ് ദി 6th പോസ്റ്റിംഗ്. സെയിം തന്നെ ഇത് രണ്ടും. 2 ആർസ് ക്യാപിറ്റൽ ആരുടെയൊക്കെ കോളത്തിൽ എഴുതേണ്ടത്? ആറിന് വേണ്ടി പി 12,600, ക്യൂ കോൺട്രിബ്യൂട്ടഡ് 5,400. അത് കഴിഞ്ഞു. ഇനിയിപ്പോ ആറിന്റെ ബോത്ത് സൈഡ് ഈക്വൽ ആയില്ലേ? ഡെബിറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് സൈഡ് ടാലി ആയി. കാരണം ഇതെല്ലാം കൂടെ ഡെഫിഷ്യൻസി എത്രയാണ് വന്നിരുന്നത്? ഡെഫിഷ്യൻസി ടോട്ടൽ ഇതെല്ലാം കൂടെ കൂട്ടിയ 36,000 ആണ് ഡെഫിഷ്യൻസി. ഈ 36ന്റെ പകുതി അയാള് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് ബാക്കി 18,000 ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? പിയും ക്യൂവും അവരുടെ ലാസ്റ്റ് എക്വിറ്റ് ക്യാപിറ്റൽ റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പൊ ആറിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ഇനി പിയുടെയും ക്യൂയുടെയും. പിയുടെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ എത്ര വരും? 32,600 പ്ലസ് 12,600. പിന്നീട് ഡെബിറ്റ് സൈഡ് ടോട്ടൽ 70,000 പ്ലസ് 10,000 പ്ലസ് 32. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഹയർ വരുന്നത്. ആ ഹയർ ഫിഗർ ഇവിടെ എഴുതി 1,12,000 മൈനസ് 44,000. അങ്ങനെ എത്ര വരും? 67,400. ഇവിടാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. അതായത് അയാൾക്ക് പിക്ക് ഫേം അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 67,400 റുപ്പീസ് കൊടുക്കണം. ഇതുപോലെ നമ്മുടെ ക്യൂവിൻ്റെതും ഒരുപാട് സോൾവെന്റ് പാർട്ണറും കൂടെ ഇല്ല, അദ്ദേഹത്തിൻ്റെതും ടോട്ടൽ ചെയ്ത് നോക്കുക. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 32,000 പ്ലസ് 5,400, ദാറ്റ് ഇസ് 37,400 ആണ് ഡെബിറ്റ് സൈഡ് ടോട്ടൽ. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എത്ര വരും? 30 പ്ലസ് 10 പ്ലസ് 32, ദാറ്റ് ഇസ് 72 ആണ് ഗ്രേറ്റർ. 72 മൈനസ് 34, 37,400. ഡിഫറൻസ് വിൽ ബി 34,600. അയാൾക്ക് അങ്ങോട്ടേക്ക് 34,600. അപ്പൊ പിക്കും ക്യൂവിനും ഫേം അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. 6 ഇൻസോൾവെന്റ് ആയിട്ട് അയാൾക്ക് ഡെഫിഷ്യൻസി ആയിരുന്നു. ആ ഡെഫിഷ്യൻസിയിൽ പകുതി പൈസ അയാൾ തന്നെ അയാളുടെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഫേമിലോട്ട് കൊണ്ടുവന്നു. ബാക്കി ഡെഫിഷ്യൻസി ആര് ക്ലിയർ ചെയ്ത് കൊടുത്തു? അത് സോൾവെന്റ് പാർട്ട്നേഴ്സ് ആയ പിയും ക്യൂവും. ദാറ്റ്സ് ഓൾ. അങ്ങനെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അറിയാലോ. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 20,000. ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് 20,000. ഇറ്റ്സ് എൻ അസറ്റ്, സോ ഡെബിറ്റ് ബാലൻസ് ബി വി 20,000. പിന്നീട് റെസീപ്റ്റുകളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. എന്തൊക്കെയാ റിസീവ് ചെയ്യുന്നത്? പി പിന്നീട് 32,000 കൊണ്ടുവന്നു, അത് റിയലൈസേഷൻ ലോസ് ആണ്. 32 കൊണ്ടുവന്ന് ക്യൂ 32,000 കൊണ്ടുവന്ന് 6 പിന്നെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് പകുതി പൈസ കൊണ്ടുവന്നു. എഫിഷ്യൻസിയുടെ പകുതി പൈസ 18,000 റുപ്പീസ് കൊണ്ടുവന്നു. ഇതൊക്കെ കറസ്പോണ്ടിങ് എൻട്രി വരുന്നതാണ്. ഓക്കെ, പി 32 കൊണ്ടുവന്നു, ക്യൂ 32 കൊണ്ടുവന്നു, പിന്നീട് 6 18 കൊണ്ടുവന്നു. അതാണ് ഇപ്പൊ പോസ്റ്റ് ചെയ്തത്. വേറെ ഒന്നും റെസീപ്റ്റിൽ പറയുന്നില്ല. ഇനി പേയ്മെന്റ് നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? പിക്ക് 67,400 കൊടുക്കുന്നു, ക്യൂന് 34,600. ദാറ്റ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ്, അതാണ് പേയ്മെന്റ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. ബോത്ത് സൈഡ് ഈക്വൽ. അസറ്റ് റിയലൈസ് ചെയ്യുന്ന പൈസ ഒന്നും ഇവിടെ പറയുന്നില്ല, കാരണം റിയലൈസേഷൻ ലോസ് ഒന്നും ഇവിടെ അതിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നെറ്റ് ഇഫക്റ്റ്. ഇതാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തഡ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ റേഷ്യോയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ ഫിക്സ്ഡും ഫ്ലക്ച്വേറ്റിംഗ് തമ്മിൽ. നേരെ മറിച്ച് ഇവിടെ ജനറൽ റിസർവ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഐറ്റം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ റേഷ്യോയിൽ മാറ്റമൊന്നും വരത്തില്ല. രണ്ട് മെത്തേഡ് ആണെങ്കിലും ഫിക്സ്ഡ് ചെയ്യാൻ പറഞ്ഞാലും ഫ്ലക്ച്വേറ്റിംഗിൽ ചെയ്യാൻ പറഞ്ഞാലും ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ വിൽ ബി 7:3 ആയിരുന്നാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇനി അടുത്ത ഫ്ലക്ച്വേറ്റിംഗിൽ നോക്കാം. ഫ്ലക്ച്വേറ്റിംഗിൽ വരുന്നതാണ് സെയിം കാര്യം തന്നെ. ആദ്യം എന്താണ്? ഓപ്പണിംഗ് ബാലൻസ്, പിയുടെയും ക്യൂയുടെയും ഓപ്പണിംഗ് ബാലൻസ്, ദെൻ റിയലൈസേഷൻ ലോസ്, 3 പേരുടെയും ലോസ് റെക്കോർഡ് ചെയ്യുക. പിന്നീട് എന്താ ഓർക്കേണ്ടത്? റിയലൈസേഷൻ ലോസ് ഓഫ് സോൾവെന്റ് പാർട്ട്നേഴ്സ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൊണ്ടുവന്ന്, പിയും ക്യൂവും ആ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ജനറൽ റിസർവ്, ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന ജനറൽ റിസർവ് 3 പാർട്ട്നേഴ്സിനും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. ഇതിനുശേഷം നമ്മൾ എന്താ പിന്നീട് ഇതിനുശേഷം നമ്മൾ 6 എന്ന് പറയുന്ന ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കി. ഇവിടെ 46,000ഉം ഇവിടെ 10,000ഉം, ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് 36,000. ആ 36,000നെ നമ്മൾ എന്ത് ചെയ്യണം? 36,000നെ നമ്മൾ ഡെഫിഷ്യൻസി ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നിട്ടുണ്ട് അയാൾ
₹1 വരെ 50 പൈസ വെച്ച് കൊണ്ടുവന്ന്, അതായത് 36,000 പകരം അയാൾ പകുതി കൊണ്ടുവരും. അതായത് 18,000 റുപ്പീസ് അയാൾ കൊണ്ടുവരുന്നു. ബാക്കി 18,000 ഇവിടെ ഷോർട്ടേജ് ഉണ്ട്, ഡെഫിഷ്യൻസി ഉണ്ട്. അതാരാണ് ഗാർണർ വെസസ് മൊറേ റൂൾ അനുസരിച്ച് അതാരാണ് ഇതിന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്? ബാക്കിയുള്ള രണ്ട് സോൾവെന്റ് പാർട്ട്നേഴ്സ് ആയ പിയും ക്യൂ. ഏത് റേഷ്യോയില്? ലാസ്റ്റ് എഗ്രീഡ് റേഷ്യോ, ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ. അവിടെ ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെയാ വരുന്നത്? ഇവിടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഇങ്ങനെയാണ്. അവരുടെ ഓപ്പണിംഗ് ബാലൻസ് 70,000, ഒരാളുടെ 30,000. ഓക്കെ, ഇവിടെ ഉണ്ട് 70,000ഉം 30,000. അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ജനറൽ റിസർവും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവരുടെ ക്യാപിറ്റൽ എത്ര വരുന്നു? പിയുടെ ക്യാപിറ്റൽ 80,000, പിയുടെ ക്യാപിറ്റൽ 80,000, ക്യൂവിന്റെ ക്യാപിറ്റലോ 30,000 പ്ലസ് 10,000 ജനറൽ റിസർവും കൂടെ വരും. ദാറ്റ് ഇസ് കാരണം ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ്, അക്യുമുലേറ്റഡ് റിസർവ്സ് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. 40,000 ജനറൽ റിസർവ് ഉണ്ടെന്ന് പറയുന്നത് ഒരു മുന്നേ മാറ്റിയിട്ടിരുന്നതാണ് റിസർവ് ആയിട്ട്. അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ഇവരുടെ ക്യാപിറ്റലിന്റെ കൂടെ തന്നെ ചേർന്ന് പോകും. അങ്ങനെ അവരുടെ ക്യാപിറ്റൽ 80-40 ആയി. അതിനെ സിംപ്ലിഫൈ ആകുമ്പോൾ 2:1 റേഷ്യോയില്. ഇപ്പൊ 18,000 ആയ ബാക്കിയുള്ള ഈ 18,000 ആണ് ഡെഫിഷ്യൻസിനെ. ഇത് ടോട്ടൽ ഇത് 36,000 ആണ്. 36ൽ 18,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. പിന്നീട് ബാക്കിയുള്ള 18 അവര് 2:1 റേഷ്യോയിൽ ഷെയർ ചെയ്തു. അതായത് 18,000 ഇൻറ്റു 2/3 എന്ന് പറയുന്നതാണ് 12,000. 18,000 ഇൻറ്റു 1/3 എന്ന് പറയുന്നതാണ് 6,000. എൻട്രി ഇങ്ങനെയാണ്. ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? P's capital account debtor 12,000, Q's capital account debtor 6,000, to R's capital 12,000, 18,000. അതിന്റെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് എവിടെയാണ്? to R's capital, P 12,600, Q 6,000. കഴിഞ്ഞു. അപ്പൊ ആറിന്റെ രണ്ട് സൈഡും ടോട്ടൽ ആയി. ഇനി ആരുടെയൊക്കെയാണ്? പിയുടെയും ക്യൂവിന്റെയും ബാലൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് ഒന്നി ബൈ ബാങ്ക് അല്ലെങ്കിൽ ടു ബാങ്ക് ആണ്. ഇവിടെ ടു ബാങ്ക് ആണ്. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും പാർട്ണർഷിപ്പും അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണം വെരി ഫേം ഡിസോൾവ് ചെയ്യുന്ന പോകുന്ന സമയത്ത്. ഇനി ബാങ്ക് അക്കൗണ്ട് ആസ് യൂഷ്വൽ ഫസ്റ്റ് ബ്രോട്ട് ഡൗൺ ബാലൻസ് ബി ഡി. പിന്നീട് ഇവര് ബിസിനസ്സിലേക്ക് വന്ന ക്യാഷ് റെസീപ്റ്റ്സ് എന്തൊക്കെയാണെന്ന്. പി റിയലൈസേഷൻ ലോസ് 32,000 കൊണ്ടുവന്നു. പിന്നീട് ക്യൂ ആണ്. ക്യൂ റിയലൈസേഷൻ ലോസ് 32,000 കൊണ്ടുവന്നു. പിന്നീട് ആറ് അയാളുടെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് 18,000 റുപ്പീസ് കൊണ്ടുവന്നു. അങ്ങനെ ടോട്ടൽ ഫേമിന്റെ കയ്യിൽ 1,02,000 റുപ്പീസ് ഫേം ഡിസോൾവ് ചെയ്യുന്ന ദിവസമുണ്ട്. അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? പിന്നീട് പേയ്മെന്റ് നടത്തിയിരിക്കുന്ന ആർക്കൊക്കെയാണ്? പിക്ക് 68,000 ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആണ്. ക്യൂവിന് 34,000. അങ്ങനെ ഈ 1,02,000 സെറ്റിൽ ചെയ്ത് തീർത്തു. ഇതാണ് ഗാർണർ വെസസ് മൊറേ റൂൾ. അപ്പൊ ഫ്ലക്ച്വേറ്റിംഗും ഫിക്സ്ഡും വരുമ്പോൾ ഓർക്കേണ്ട കാര്യം ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ റീകാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കണം. ഇവിടെ അത് ജനറൽ റിസർവ് ഉണ്ടായതുകൊണ്ട് റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു. ആ റേഷ്യോ വേണം എടുക്കാനായിട്ട്. ഇത് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ഈ പ്രോബ്ലം. ഇലസ്ട്രേഷൻ 12 കേട്ടോ. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസേഴ്സ് ആണ് ഇതൊക്കെ. ഇത് ഫിക്സ്ഡ് മെത്തേഡ് അനുസരിച്ച് ചെയ്തതും പിന്നീട് ഇത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് അനുസരിച്ച് ചെയ്തത്. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കണ്ടത് ഫ്ലക്ച്വേറ്റിംഗിലാണ്. അഡ്ജസ്റ്റഡ് ക്യാപിറ്റലും റിസർവും കൂടെ ആഡ് ചെയ്ത് 80-40 ആയി. അങ്ങനെ റേഷ്യോ 2:1 ആയി. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.